തന്നെ ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ പലതരത്തിലുള്ള പല മനുഷ്യരുടെ ശബ്ദങ്ങൾ അനുകരിച്ച് ശ്രദ്ധേയയായ ഒരു മലയാളം മിമിക്രി കലാകാരിയിലേക്കാണ് നമ്മൾ ഈ വനിതാ ദിനത്തിൽ പോകുന്നത്. പ്രീതിമ, സുപ്രഭാതം, സ്വാഗതം. താങ്ക് യു ചേച്ചി. ഹാപ്പി വുമൻസ് ഡേ. പ്രീതിമ, എന്റെ ശബ്ദം അനുകരിക്കുന്നതിൽ പ്രീതിമ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വിവാദത്തിൽ പെട്ടിരുന്നു. അതുകൊണ്ട് പ്രീതിമയോട് നേരിട്ട് പ്രേക്ഷകരുടെ മുന്നിലൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഈ വനിതാ ദിനത്തിൽ പ്രീതിമയെ നമ്മൾ അതിഥിയായി വിളിച്ചത്. അതെ ചേച്ചി, ഞാൻ ഇന്നലെ തൊട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ചേച്ചിയെ ട്രോളി എന്നുള്ള രീതിയിൽ, കളിയാക്കി എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പൊ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചേച്ചിക്ക് എന്നെ നേരിട്ട് അറിയാവുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു സമാധാനം മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ബാക്കി ആൾക്കാർ മൊത്തം ഭയങ്കര നെഗറ്റീവായിരുന്നു. ഇനി പറയാനൊന്നുമില്ല. അത് അവരോടൊക്കെ നമുക്ക് ക്ഷമിക്കാം പ്രീതിമ. എനിക്ക് അതിലൊരു ബുദ്ധിമുട്ടുമില്ല. പ്രീതിമയോട് ആ ഓൺലൈനിൽ ഇപ്പോൾ ആ വീഡിയോ ഒക്കെ ഇട്ട ആളുകൾ ചോദിച്ചത് എന്തായിരുന്നു? എങ്ങനെയാണ് ഈ വിവാദത്തിൽ പോയി പ്രീതിമ ചാടിയത്? അത് കലാഭവൻ ചേട്ടന്റെ ഫൗണ്ടേഷന്റെ ഒരു പ്രോഗ്രാം നടക്കുമായിരുന്നു. 10ാമത്തെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഒരു പ്രോഗ്രാം തൃപ്പൂണിത്തുറയിൽ നടക്കുമായിരുന്നു. അപ്പൊ അതിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്ക് ഒരു 4-5 ഓൺലൈൻ മീഡിയക്കാർ എന്റെ ചുറ്റും വന്ന് കൂടി ക്യാമറയായിട്ട്. അപ്പൊ അവര് ചോദിച്ച്, പ്രീതിമയല്ലേ, ഒന്ന് 2-3 പേരുടെ വോയിസ് ഒന്ന് ചെയ്യുമോ എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേറെ താരങ്ങളുടെയൊക്കെ വോയിസ്, 2 പേരുടെ വോയിസ് അനുകരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സുജയ് ചേച്ചിയുടെ കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്ഥിരം ചേച്ചിയുടെ ചെയ്യുന്ന ഡയലോഗാണ് അവിടെ പറഞ്ഞത്. അപ്പൊ എന്നോട് പറഞ്ഞ് ഇന്നലെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു മേക്കപ്പിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്, അതൊന്ന് പറയാവോ? അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ, അത് ഞാൻ കണ്ടായിരുന്നു ആ വീഡിയോ, പക്ഷെ ഞാൻ അതിന്റെ ഡയലോഗ് ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊന്നും എന്റെ ഓർമ്മയിലില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ് എന്തായാലും 2 വാക്ക് പ്ലീസ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ ശരി, ഞാൻ പറയാം, കൊള്ളത്തില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇതുകൊണ്ട് പോസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു. ഇല്ല നോക്കിയിട്ട് പോസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറയുന്ന ബാക്കിയില്ല, മുമ്പത്തെ ഇല്ല, അതിന് ശേഷം പറഞ്ഞതും ഇല്ല. ചേച്ചിയുടെ പറഞ്ഞ ഡയലോഗ് മാത്രം അവർ കട്ട് ചെയ്തിട്ട് സുജയ് ചേച്ചിയെ ട്രോളി എന്ന് പറഞ്ഞിട്ടുള്ള ട്രോളി യുവതി രംഗത്തെന്ന് പറഞ്ഞിട്ട് അവർ പോസ്റ്റ് ചെയ്തു. അപ്പൊ ചേച്ചി, എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാൻ ഈ കല കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഞാനൊരു സിംഗിൾ പാരന്റ് ആണ്. ഞാൻ ഒരുപാട് സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ആരെയും കളിയാക്കാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. നമ്മൾ വോയിസ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ എന്റെ വീഡിയോസ് ഷെയർ ചെയ്യും, നല്ല കമന്റ്സ് ഇടുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരോടൊക്കെ എനിക്ക് എപ്പോഴും നന്ദി മാത്രമേ ഉള്ളൂ. പക്ഷെ ആദ്യമായിട്ട് ഇന്ന് ഇങ്ങനൊരു സംഭവം ഇത്രയും നെഗറ്റീവ് വന്നതും ഒരുപാട് എന്നെ എന്തൊക്കെ പറയാമോ അതൊക്കെ ആൾക്കാർ പറഞ്ഞു. അപ്പൊ എനിക്ക് ചേച്ചി ബോധ്യപ്പെടുത്തണം എന്നുള്ളത് മാത്രമേ എനിക്ക് ബോധ്യപ്പെട്ടു. ഞാനത് പ്രേക്ഷകർക്ക് അത് ബോധ്യപ്പെടണം. കാരണം പ്രീതി മനഃപൂർവ്വം അങ്ങനെ എന്നെ അപമാനിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്ന ഒരാളല്ല. അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. പ്രീതിമയെ ആരും ഇനി മുതൽ പ്രീതിമയോ അല്ലെങ്കിൽ പ്രീതിമയുടെ കുടുംബാംഗങ്ങൾ